ഹലോ ഹലോ. ആ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അല്ലേ? അതെ. എന്റെ മോൻ 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അതെന്റെ തെറ്റല്ല. അതെ, അത് പഠിക്കുന്നില്ലെങ്കിലാണ് വിഷയം. പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓ ഓ ഓ. ആ പിന്നെ ആ. ഇന്ന് മഴ പെയ്യോ? ഇങ്ങനെ മഴ പെയ്യോ? മോൻ സ്കൂളിൽ പോകുമ്പോ കൊടയെടുക്കണോന്ന് അറിയാൻ വേണ്ടിട്ടാ. വെച്ചോ 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 വെച്ചോ. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തെ വിളിച്ചിട്ട് പറയുന്നത് മോൻ പഠിക്കാൻ പോകുമ്പോ കൊട ബാഗിൽ വെക്കട്ടെ, മഴ പെയ്യോ ഇല്ലയോ. ഇത് പറയാനാണോ ഞാനിവിടെ ഇരിക്കുന്നത്? ഹലോ മിസ്റ്റർ, ഇവിടെ ആരുമില്ലേ? അങ്ങനെയല്ലല്ലോ. ഹലോ മിസ്റ്റർ പെരേര, ഹൗ ആർ യു? അങ്ങനെയല്ലേ? അങ്ങനല്ല. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ജോൺ ജാഫർ ജനാർദ്ദനൻ. എന്നാ പിന്നെ ഇൻഷ്യലും കൂടെ പറയാത്ത എന്തേ? അയ്യോ, അതല്ലെന്ന്. ജോൺ ജാഫർ ജനാർദ്ദനൻ എന്ന കൊടക്കമ്മിന്റെ മുതലാളിയാണ് ഞാൻ. ആണല്ലേ? ഞാൻ കഴിഞ്ഞ 24-ാം തീയതി ഞാൻ സാറിന് ഇവിടെ കാണാൻ വന്നിരുന്നു. ഓക്കെ. അപ്പൊ സാറിനോട് ഞാൻ ചോദിച്ചു 24-ാം തീയതി ശേഷം മഴ പെയ്യുമോ ഇല്ലയോ എന്ന്. അപ്പൊ സാറ് പറഞ്ഞു കറക്റ്റ് ആയിട്ട് പെയ്യൂന്ന് പറഞ്ഞു. സാറിന്റെ വാക്കും കേട്ട് വിശ്വസിച്ചിട്ട് ഞാൻ 2 ലോഡ് കൊടയാണ് ഇവിടെ കൊണ്ടുവച്ചത്. അറിയാമോ സാറേ? 2 ലോഡ് കൊട നിങ്ങളെ കമ്പനി ഇറക്കിയിട്ടു. എന്നിട്ട് അതുപോലെ സെയിൽ ആവുന്നില്ല. എന്തുകൊണ്ട് സാറേ മഴ പെയ്യാത്തത്? വീട്ടിൽ ഉറങ്ങിക്കിടന്ന നിങ്ങളുടെ അടുത്ത് ഞാൻ വന്നിട്ട് തട്ടി വിളിച്ചിട്ട് പറഞ്ഞു ഒരു കൊട കമ്പനി തുടങ്ങാൻ പറഞ്ഞായിരുന്നോ? എന്റെ 28 സ്റ്റാഫുകൾക്ക് ഞാൻ ശമ്പളം കൊടുക്കട്ടെ സാറേ? അല്ല, ഇവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ നിർബന്ധിച്ചോ? നിങ്ങൾ എന്തിനാ വെറുതെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പ്രഷർ കയറ്റി എന്റെ അടുത്ത് ഫ്രണ്ടിൽ വന്ന് ടെൻഷൻ അടിപ്പിക്കുന്നത്? മഴ പെയ്തില്ലല്ലോ സാറേ. എനിക്ക് മഴ പെയ്യിപ്പിക്കും. ബിസിനസ് അല്ലേ സാറേ? എന്തോന്നാണ് പുള്ളി ലോക ഉടായിപ്പാണെന്ന് ഞാൻ 2-3 ആഴ്ച കൊണ്ട് പുള്ളിന് പുറകെ നടക്കുകയല്ലേ. ആഹാ, നിങ്ങൾ ആരാണ്? കുണ്ടറ സത്യൻ എന്ന് പറയും. അപ്പൊ കൊല്ലത്ത് നിന്ന് നിങ്ങൾ നുണയെ പറയുള്ള? അല്ല, കുണ്ടറ സത്യൻ എന്ന് പറഞ്ഞ്? കുണ്ടറ സത്യൻ എന്ന് എന്റെ പേര്. ഞാനൊരു കശുവണ്ടി ഫാക്ടറി മുതലാളിയാണ്. അതെ. ഞാൻ പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞ മാസം 24-ാം തീയതി മഴ പെയ്യുമോ എന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു മഴ പെയ്യത്തില്ല എന്ന്. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് കശുവണ്ടി ഇറക്കി എന്റെ അന്ന് തുടങ്ങിയ മഴയാണ് ഇതുവരെ തുറന്നിട്ടില്ല. നഷ്ടത്തോട് നഷ്ടം. ആണുങ്ങൾ എങ്ങനെ കിടന്ന് നുണ പറയുന്നവന്മാര്? ഞങ്ങൾ അവിടുത്തെ മഴ ഒന്ന് മാറ്റി തരാൻ പറ്റുമോ? എങ്ങനെ മാറ്റി തരണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ മഴ പെയ്യാനുള്ള കാരണം എന്താണ്? എടോ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഓസോൺ പാളിയിൽ വിള്ളലുണ്ട്. ഈ വിള്ളൽ ഉണ്ടായിട്ട് അതിൽ നിന്ന് അമ്ലങ്ങൾ വന്ന് നമ്മുടെ മേഘാവൃതത്തിൽ പതിക്കുന്നു. ഈ മേഘാവൃതങ്ങൾ തമ്മിലുള്ള ഉരസൽ കാരണമാണ് മഴ പെയ്യുന്നത്. ഓ, അപ്പം ഞങ്ങൾ അവിടെ ഈ ഓസോൺ പാളി ഒരയുന്നത് കൊണ്ടാണ് മഴ പെയ്യുന്നത്. അതെ. പുള്ളിയുടെ അവിടെ ഓസോൺ പാളി ഒരയാത്തത് കൊണ്ടാണ് മഴ പെയ്യാത്തത്. കറക്റ്റ്. അപ്പൊ ഒരു കാര്യം ചെയ്യും. എന്ത്? നമ്മൾ അവിടെ ഒരയുന്ന ഓസോൺ പാളി എടുത്ത് ഒരയാത്ത ഇവരവിടത്തെ ഓസോൺ പാളി കൊണ്ടുപോയി അവർക്ക് മഴ പെയ്യട്ടെ, നമുക്ക് മഴ പെയ്യാതിരിക്കുമല്ലോ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഉരയ്ക്കുന്ന കാര്യം എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ എന്ത് ഉറപ്പായി പറയുന്നത്? നമ്മളെ തെറ്റല്ലല്ലോ സാറേ, നമ്മളെ തെറ്റല്ലല്ലോ സാറേ. മഴ പെയ്യുന്നു നോക്കി പറ. ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാവാൻ കാരണം നിങ്ങൾ രണ്ടുപേരാണ്. നിങ്ങൾ ഇങ്ങോട്ട് വരൂ. നിങ്ങൾ എന്തിനു ബാക്കിൽ പോയി നിൽക്കണം? പറയൂ. ഞങ്ങളാ? എന്റെ പൊന്ന് സാറേ, ഒരു പിച്ചാത്തി എടുത്തൊരു പഴം പോലും കണ്ടിക്കാത്തവരാണ് ഈ ഞാൻ എങ്ങനെ സാറേ ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാക്കും? ഞാനാണെങ്കിൽ വീട്ടിൽ പെണ്ണുമ്പിള്ള തേങ്ങ മുതിക്കാൻ പറഞ്ഞാൽ അത് വെട്ടിപ്പുളക്കാൻ പോലും അറിഞ്ഞു കൊടുത്താൽ ഞാനാ നിങ്ങളെ മിന്നൽ പിളക്കാൻ പോണത്. അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞത്? ഈ നമ്മളെ ഈ പ്ലാസ്റ്റിക് ഇട്ട് കരിക്കില്ലേ, ഇതൊക്കെ വാതകങ്ങളായിട്ട് നമ്മുടെ ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കും. അതിനെല്ലാത്തിനും കാരണം നമ്മളെ പോലുള്ള മനുഷ്യരാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓ, അങ്ങനെ? അത് നിങ്ങൾ മനസ്സിലാക്കണം. സാറ് മഴ വരുന്ന നോക്കുമായിരിക്കും സാറേ? അല്ല, ഈ 10 മണിക്ക് കാപ്പിയും കൊണ്ടൊരു വേലക്കാരി അവള് വരാതിരുന്നു കഴിഞ്ഞാലേ ഞാൻ പട്ടിണിയായി പോവും. ആകെ പ്രശ്നമാവും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കൊല്ലം ഭാഗത്ത് മഴ പെയ്യിൽ നിൽക്കാൻ പറ്റോ? കൊല്ലത്ത് എവിടെയാണ്? കുണ്ടറ. ഈ കുണ്ട്ര വിളംബരം എങ്ങനെ അറിയോ? കുണ്ട്ര വിളംബരത്തെ പറ്റി? ഞങ്ങളവിടെ അങ്ങനെ ആരും ബഹളത്തിനൊന്നും പോവാറില്ല. എല്ലാ പിള്ളേരും സമാധാന പ്രിയരാണ്. നമ്മളങ്ങനെ ബഹളക്കാരൊന്നും അല്ല. ഇടോ, താൻ മനസ്സിലായില്ലേ? സാറ് പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? കുണ്ടറ നമ്മളെ ആയിരവല്ലി ക്ഷേത്രത്തില് സമൂഹ സദ്യ ഉണ്ടായിരുന്നു. അവിടെ എന്തെല്ലാം വിളമ്പി. അവിയൽ വിളമ്പി, സാമ്പാർ വിളമ്പി, പച്ചടി വിളമ്പി. അതാണ് സാറ് പറഞ്ഞത് കുണ്ടറ വിളമ്പൽ. മനസ്സിലായ? താങ്കളുടെ എന്തോ കെട്ടിക്കിടക്കുന്ന പറഞ്ഞ അവിടെ ഫാക്ടറിയിൽ 2 ലോഡ് കൂട അവിടെ കെട്ടിക്കിടക്കുവാണ്. അത് അവിടെ കിടന്ന് തുരുമ്പിച്ച് ആ ഫാക്ടറിയുടെ ഉത്തരം വന്ന് തറയിൽ വീഴും. ഇങ്ങനെയാണോ പറയുന്നത്? കുണ്ടറ വിളംബരം എന്ന് പറയുമ്പോ വിളമ്പല. ഒരാളെ കളിയാക്കുന്നൊരു മര്യാദ സാറേ. സംസാരിക്കുന്നതിന് നമുക്ക് ഇത് ഒന്നും അറിഞ്ഞുകൂടാത്ത സംസാരിക്കാം. അത്യാവശ്യം ഒരു വിവരം വേണ്ടേ? സാറിന്റെ സ്ഥലം എവിടെയാണ് സാറേ? ആറ്റിങ്ങൽ. ആറ്റിങ്ങലും ഞാനിങ്ങനെ പിള്ളേരൊക്കെ സ്കൂളിൽ ഇങ്ങനെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സാറേ. ഈ ആറ്റിങ്ങൽ കലാപം അവിടെ അല്ലായിരുന്നോ? ഈ സമയത്ത് കറക്റ്റ് കേട്ടോ, നിങ്ങൾ കറക്റ്റ് ആളിന്റെ അടുത്താണ് വന്ന് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഒരു ചായ കുടിക്കാൻ ഇറക്കാറുണ്ട്. അങ്ങനെ ഇറങ്ങി വന്ന സമയത്ത് റീന എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പഴയ കൂട്ടുകാരിയാണ് കേട്ടോ. ഈ വിളിച്ച് മീൻ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. ഞാൻ ജംഗ്ഷനിൽ വന്നപ്പം പച്ച ചൂര, കരിമ്പച്ച ചൂര ഇങ്ങനെ ഇരിക്കും. ഞാൻ ചോദിച്ചു, റീനെ ചൂര എങ്ങനെ വില? ഒതുങ്ങി കിട്ടി, ഞാൻ മേടിച്ചു. ഇത് കണ്ടോണ്ട് ചിക്കൻ കടയിൽ കലാം അവിടെ നിൽക്കും.
അവന്റെ സ്ഥിരം കടയിൽ നിന്ന് ചിക്കൻ മേടിക്കുന്ന ഞാൻ. അപ്പൊ ഇവനിത് ഈഗ അടിക്കും, ഞാൻ റീനേരെ ചൂര മേടിക്കുന്ന കലാം കണ്ടോണ്ട് റീനയും കലാമും തമ്മിൽ വഴക്ക്. ആറ്റിങ്ങല് കലാം ഭയങ്കര വഴക്ക്. ഇത് കണ്ടോണ്ട് പോലീസ് വന്നിട്ട് ആറ്റിങ്ങിൽ നിന്ന് കലാമിനെ പൊക്കിക്കൊണ്ടുപോയി. അങ്ങനെ ആറ്റിങ്ങൽ കലാമിനെ പൊക്കിക്കൊണ്ടുപോയി. ആറ്റിങ്ങൽ കലാം അങ്ങനെയാണ് ആറ്റിങ്ങൽ കലാം. പിന്നെ ഈ ഇടയ്ക്ക് കലാമിനെ ഞാൻ കല്ലമ്പലത്ത് വെച്ച് കണ്ട്. നീ കല്ലമ്പലത്ത് ഒരു കലാം ചിലപ്പോ നടക്കും. മഴക്കോളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല മഴക്കോളുണ്ട് കേട്ടോ സാറേ. സാറേ കാർമേഘം എങ്ങനെയാ സാർ ഈ ഉരുണ്ട് കയറുന്നത്? കാർമേഘം ഈ ഉരുളൻകിഴങ്ങും ചീനിയൊക്കെ കഴിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അതാണ് ഈ ഗ്യാസ് കയറിയിട്ട് കാർമേഘം ഉരുണ്ടിങ്ങനെ കയറുന്നത്. എങ്ങനെ കയറുന്നത് എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇതൊക്കെ ആരാ നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത്? താങ്കളുടെ കോമഡി കാണാൻ വേണ്ടിയല്ല ഞാൻ നിൽക്കുന്നത്. എന്റെ ഫാക്ടറി പൊളിഞ്ഞതിന്റെ അന്ന് എന്റെ അച്ഛൻ അറ്റാക്ക് വന്ന് കിടക്കുന്നതാ. ആശുപത്രിയിൽ വയ്യാതെ കിടക്കുക. സ്കാൻ ചെയ്ത റിപ്പോർട്ട് പോലും ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ടില്ല. അതും പിടിച്ചോണ്ടാ ഇവിടുത്തെ കാര്യം അറിയാൻ വേണ്ടി ഇങ്ങോട്ട് ഓടി വന്നത്. റിപ്പോർട്ട് തരൂ. ഞാൻ നോക്കട്ടെ സാറേ. പേര് അച്ഛന്റെ പേരെന്താ? പീതാംബര കൈമൾ. ഉള്ളത് തന്നെ പീതാംബര കൈമൾ. ഓക്കെ. ലിവർ ഫംഗ്ഷൻ ഈസ് പോസിറ്റീവ്. The cholesterol and sugar free. High. Liver fine. This is high. കുഴപ്പമാണ് മൊത്തം. വെരി കോംപ്ലിക്കേറ്റഡ് കേസാണ് കേട്ടോ. വെരി 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 കോംപ്ലിക്കേഷൻ കേസാണ്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. പ്രശ്നമാണോ? അതെ നമ്മൾ പറഞ്ഞിട്ട് വിശ്വാസം ആയില്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായ ആരെങ്കിലും ഒന്ന് കാണിക്കും. അതെ കറക്റ്റ് ആകും. ഒന്ന് അങ്ങനെ അറിയിക്കേണ്ടവരെ അറിയിക്കണോ? അപ്പൊ നിങ്ങൾ ഇത് ആരെ അറിയിച്ചില്ലേ? ഇതിങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരുന്ന ബാക്കിയുള്ളവർ എങ്ങനെ ഇത് അറിയിക്കുമ്പോ മാഷ എല്ലാരും സാറേ എന്റെ അച്ഛന് വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ചറിയാമോ? എങ്ങനെ പഠിപ്പിച്ച? അച്ഛൻ തെരുവോരങ്ങളിൽ പൊക്കിള് കാണിച്ച് ഡാൻസ് കളിച്ച് കഷ്ടപ്പെട്ടാണ് എന്നെ അതിന് ഇത്ര വലിയ കഷ്ടപ്പാട് ഇങ്ങനെ കാണിച്ചാ പോരെ. എങ്ങനെയെങ്കിലും മഴയൊന്നും ഉണ്ടാക്കും സാറേ. മഴ പെട്ടെന്ന് താ സാറേ. ഒറ്റയ്ക്ക് ഇവിടെ കിടന്നു അല്ല 2-3 സ്റ്റാഫുകളൊക്കെ നിർത്തിയെങ്കിൽ പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാൻ. അയ്യോ അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല മാഷെ. ഇവിടെ 3 കാര്യങ്ങളെ ഒന്നും. അതായത് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട്. പിന്നെ മീൻപിടുത്തക്കാർ ശ്രദ്ധിക്കുക. 0 ഡിഗ്രി സെൽഷ്യസ്. ഈ 3 കാര്യങ്ങൾ പറയാൻ വേണ്ടി എന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കട്ടെ. അതാണ് കാര്യം. സാറേ ഒരു ഫോൺ സാറേ വിളിക്കുന്നുണ്ടോ? പറയടി. എടി ഞാൻ മഴയുടെ ഓഫീസിൽ നിൽക്കുകയാണ്. ഞാൻ സാറിനെ കാണാൻ വേണ്ടി നിൽക്കുന്നു. നിനക്ക് മനസ്സിലായില്ലേ? സംസാരിക്കുന്നത് ഞാൻ അത്യാവശ്യ കാര്യത്തിലല്ല വന്നാ. താന്റെ ഭാര്യടുത്തല്ലേ സംസാരിച്ചു. താൻ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? താനൊക്കെ വയസ്സാകുമ്പോ ആ സ്ത്രീയെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇങ്ങനെ അടുത്ത് വേളം ഉണ്ടാക്കരുത്. അയ്യോ കണ്ട കൃത്യസമയം എന്റെ ഭാര്യ വിളിക്കുന്ന പറയാമേ. വൈകുന്നേരം ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഓ അതെ അങ്ങനെ ചെയ്യാം. ഓ ഓക്കെ കണ്ടുപിടി. നമ്മൾ ഭാര്യമാരുടെ അടുത്ത് എപ്പോഴും കരുണ, ദയ, സന്തോഷം അവർക്ക് കൊടുക്കണം. സാറിനെ കണ്ടുപിടി. ഇതുപോലെ നമ്മൾ പ്രവർത്തിക്കണം അല്ലേ സാറേ? അതെ ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ അവള് നേരത്തെ ഈ സാറ് പറഞ്ഞില്ലേ അതുപോലെ പ്രവർത്തിക്കും. കുളിച്ച് നിർത്തി ഇടിക്കും, ചിലപ്പോൾ കമത്തി കിടത്തി ഇടിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അതല്ലേ സാറേ എനിക്കൊരു സംശയമുണ്ട് കേട്ടോ സാറേ. ഈ മൺസൂൺ കാറ്റ് അത് എങ്ങനെയാണ് സാറേ സംഭവം? ഇത് ഇവൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ സംഭവം. വിദേശത്തായിരുന്നു. അവിടെ പോയി ഒരു കംപ്രസറും മേടിച്ചോണ്ട് വന്നിട്ടാണ് ഇവിടെ കിടന്ന് കിഷ്കോ എന്ന് പറഞ്ഞ് കാറ്റടിച്ചോണ്ടിരിക്കുന്ന. മൺസൂർ അല്ലേ? മൺസൂൺ കാറ്റിനെ കുറിച്ചാ ചോദിച്ചത്. മൺസൂൺ കാറ്റ് അവിടെ കിടന്ന് അടിക്കട്ടെ, നമ്മക്കെന്താ? അതല്ല നമ്മുടെ ഇരുന്ന പൈസ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് പറഞ്ഞാണ്ടി ഇറക്കി നഷ്ടപ്പെടാൻ കാരണം തന്നെ പോലുള്ള ഈ തോൽവികൾ പറയുന്നുണ്ടാണ്. എന്താണ്? എന്റെ വീട്ടിൽ എന്റെ മക്കൾ പുസ്തകത്തിൽ പഠിക്കണൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മഴയൊക്കെ ഭയങ്കര കുറെ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഈ റഡാർ തരംഗ പ്രസരിപ്പ് എങ്ങനെയാണ്? ഇത് പ്രസവിക്കുകയല്ലേ, ഇത് മുട്ടയിടുകയാണെന്നാണ് ഞാൻ. പക്ഷേ ഒരേ മുട്ടയിടിയിൽ തന്നെ നമുക്കൊരു 12 കുഞ്ഞുങ്ങളോളം കിട്ടും എന്നാണ് ഞാൻ തിരക്കിയപ്പോ കിട്ടിയത്. അങ്ങനെയാണ് കാര്യങ്ങളില്ല. അതെ. പിന്നെ രാവിലെ റേഡിയോയിലിരുന്ന് പറഞ്ഞായിട്ട് മീൻപിടുത്തക്കാര് ശ്രദ്ധിക്കണമെന്ന്. അതെന്തിന്? അത് വേറെ കൊണ്ടല്ല. ഈ നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടില് ഒരു മീൻകാരൻ വരും. ഇവര് ഭയങ്കര ജാടയാണ്. ഞാൻ പറയും ഒരു 2 ചാളയും കൂടെ അധികം ഇടറേ, അല്ലെങ്കിൽ ഒരു 50 രൂപ കുറവുണ്ട്. ഭയങ്കര ദേഷ്യം. എവന്റെ ശ്രദ്ധിക്കാണ് ഞാൻ പറഞ്ഞത് മീൻ പിടുത്തക്കാർ ശ്രദ്ധിക്കുക. അങ്ങനെ അത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ മഴ പെയ്യാതിരിക്കാനും സാധ്യത ഇല്ലേ? സാധ്യത ഉണ്ട്. പണ്ടുള്ളവരൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട്. എന്താ പാടി മഴ പെയ്യിപ്പിക്കുന്നു.
അങ്ങനെ നടന്നിട്ടുണ്ടോ സാറേ? അങ്ങനെ എന്റെ അറിവിലില്ല. നല്ലതുപോലെ പാട്ട് പാടാത്തതിന് ഈ നെറ്റിയിൽ മുഴ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മഴ പെയ്പ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സാർ എങ്ങനെയെങ്കിലും അവിടെ ഈ പുള്ളിക്കെത്തി മഴയും കൊടുത്ത് എന്റെ മഴ പെയ്ക്കണം സാറേ. അല്ല, പെയ്പ്പിക്കണം. നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ ബിസിനസ് എവിടെയാണ് നടക്കുന്നത്? ചങ്ങനാശ്ശേരിയിലാണ് സാറേ. ചങ്ങനാശ്ശേരിയിലാണ്. നിങ്ങളുടെ എവിടെയാണ് മാഷേ? കൊല്ലത്ത് കുണ്ടറ. കൊല്ലത്ത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്താലോ? ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് മഴ ഇല്ല, നിങ്ങളുടെ ഭാഗത്ത് മഴയുണ്ട്. അപ്പൊ ഈ മഴയുള്ള ഭാഗത്തുള്ള ഫാക്ടറി ഈ ചങ്ങനാശ്ശേരിയിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ ചങ്ങനാശ്ശേരി മഴ ഇല്ലാത്ത നിങ്ങളുടെ കൊട കമ്പനി നേരെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം, കൊല്ലത്തേക്ക് മാറ്റാം. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ആവൂലേ? അതിനെ കാട്ടി വേറെ നല്ലൊരു സംഭവം ഉണ്ടല്ലോ സാറേ. ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് നമുക്ക് കുറച്ചൊക്കെ ഉണ്ട് കടലിലോട്ട് അങ്ങ് തള്ളാം. അതെന്തിനാണ്? എന്നിട്ട് സാറിന് 2 പൊട്ടിപ്പും കൂടെ പൊട്ടിച്ചു കഴിഞ്ഞാ ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി ഇവിടെ നിക്കത്തില്ലല്ല. ഓക്കെ 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 സാറേ ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.